ഹായ്, ഞാൻ മനു, ബിസിനസ് മാനേജർ HSJB ബിസിനസ് സൊല്യൂഷൻസ്. ഇന്ന് ഞാനുള്ള കൊടുങ്ങല്ലൂരാണ്, ഐഷാസ് ഫുഡ്സിലാണുള്ളത്. ഇന്ന് വളരെയധികം വേഗതയോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഐഷാസ് ഫുഡ്സ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഐഷാസ് ഫുഡ്സിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള ഹനീഫ് സാറാണ്. ഹായ് സാർ. സാറ് നമ്മുടെ കമ്പനിയെ പറ്റിയും ഐഷാസ് ഫുഡ്സിനെ പറ്റിയും അതോടൊപ്പം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്ട്സും എന്താണെന്ന് പറയാം. എൻ്റെ പേര് ഹനീഫ് എന്നാണ്. ഞാൻ ഐഷാസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ മാനേജിംഗ് പാർട്ണറാണ്. ഐഷാസ് ഫുഡ്സ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് 9 years കഴിഞ്ഞു. 2016 നമ്മളൊരു ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് റെന്റലിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഏകദേശം ഒരു 300 square feet. ഇപ്പം അത് ഏകദേശം ഓൾമോസ്റ്റ് 20,000 square feetലോട്ട് നമ്മൾ വളർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെയുള്ളൊരു ബിസിനസ് ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അല്ലേ? എനിക്കൊന്ന് കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിൽ മാത്രമായിട്ടാണ് നമ്മൾ കൂടുതലും ആദ്യം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. ഇന്ന് ഇപ്പോ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ബിസിനസ് വളർന്നു, 15,000 മുകളിൽ സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാറി, എംപ്ലോയീസിന്റെ എണ്ണം ഒക്കെ കൂടി. അതെ. അപ്പൊ ഏതൊരു സാഹചര്യത്തിലാണ് ഒരു കൺസൾട്ടിംഗ് അപ്രോച്ചിലേക്ക് പോകാം എന്ന് ഐഷാസ് ഫുഡ്സ് തീരുമാനിക്കുന്നത്? കമ്പനിയുടെ സ്ക്വയർ ഫീറ്റ് കൂടി, മെഷീനറീസ് കൂടി, പ്രൊഡക്ടിവിറ്റി കൂടി. ഓക്കെ. ആ സമയത്ത് നമ്മൾക്ക് സ്റ്റാഫുകളുടെ എണ്ണം കൂടി, നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. ബിസിനസ് ചെയ്യാൻ നമ്മൾക്ക് പ്ലാൻസ് ഉണ്ടാവും, നമ്മളെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇതൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലോട്ട് ഈ സംഭവത്തെ കൊണ്ടുവരാൻ നമ്മൾക്കൊരു കൺസൾട്ടൻസി എന്തായാലും ആവശ്യമുണ്ട്. നമ്മളുടെ കൂടെ നിന്ന്, ഓണേഴ്സിന്റെ കൂടെ നിന്ന് അതിനകത്തുള്ള തെറ്റുകളും പ്രോബ്ലംസും എല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അതിനെങ്ങനെ റൺ ചെയ്യിക്കണം എന്നുള്ളത് ഒരു കൺസൾട്ടൻസി ആകുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കും. HSJB ബിസിനസ് സൊല്യൂഷൻസിനെ ഈ ഒരു കൺസൾട്ടിംഗ് പാർട്ണറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയും ചെയ്തു. HSJB ഇവിടെ വരികയും നമ്മുടെ ഒരു കൺസൾട്ടിംഗ് അപ്രോച്ചിൽ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് HSJB ബിസിനസ് സൊല്യൂഷൻസിലേക്ക് ഐഷാസ് ഫുഡ്സ് ലാൻഡ് ചെയ്തത്? എന്റെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾ ബ്രദേഴ്സ് ആണ് ബിസിനസ് റൺ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ 3 പേരുണ്ട്. മുജീബ് സാർ ഉണ്ട്, മുനീർ സാർ ഉണ്ട്, ഹനീഫ് സാർ ഉണ്ട്. നിങ്ങൾ 3 പേരും കൂടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി കുറെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾ 3 പേരുമായിരിക്കാം എല്ലാ കാര്യങ്ങളിലും ജോയിന്റ് ഡിസിഷൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ HSJB ബിസിനസ് സൊല്യൂഷൻസിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ഡിസിഷൻ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് HSJB ബിസിനസ് സൊല്യൂഷൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? നമ്മൾ ദുബായിൽ നമ്മൾക്ക് ബിസിനസ് ഉണ്ട്. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ലീഡാണ് HSJB. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കൺസൾട്ടൻസി വേണം. അത് ബ്രദേഴ്സിനോട് ഷെയർ ചെയ്തു, അവർ ഓക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് HSJB ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വീഡിയോസ് വന്നപ്പോൾ ഞാൻ അങ്ങനെ അതുവഴി ഈ മനുവിനെ കോണ്ടാക്ട് ചെയ്തു. അതുപോലെ തന്നെ എന്റെ ബ്രദർ ദുബായിലുള്ളതുകൊണ്ട് അവിടെയും HSJB ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്നും ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ HSJB തിരഞ്ഞെടുത്തു. ഞാനൊരു 3-4 കൺസൾട്ടൻസി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ബെറ്റർ ആയി തോന്നിയത് HSJB ആണ്. സീനിയേഴ്സ് ആയിട്ടുള്ള ബിസിനസ് കൺസൾട്ടന്റ്, ഒരുപാട് കമ്പനികൾ ജോലി ചെയ്ത് വന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അവർക്കായിരിക്കും കൂടുതൽ നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുക. ഓക്കെ, അതുകൊണ്ട് തന്നെ HSJB ഞാൻ തിരഞ്ഞെടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയത് കൊണ്ട് ഇന്ന് സർ ഹാപ്പി ആണോ? നമ്മളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, HSJB ഒരു കൺസൾട്ടിംഗ് അസൈൻമെന്റ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഐഷാസ് ഫുഡ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഞാൻ വെരി ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൺ മാനുഫാക്ചറിംഗ് ആണ്. എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാനുഫാക്ചറിംഗ് നോക്കണം, നമ്മൾ സെയിൽസും നോക്കണം. അപ്പൊ ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണല്ലോ. അപ്പൊ ഇതൊരു സ്ട്രക്ചറിൽ കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് HSJBയുടെ ഹെൽപ്പ് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ആ സ്ട്രഗിളിങ്ങിലൂടെ വന്ന് ഞങ്ങളൊരു നല്ലൊരു സെയിൽസ് ടീമിന് ഉണ്ടാക്കി. HSJBയുടെ സഹായത്തോടുകൂടി ഞങ്ങളൊരു നല്ലൊരു സെയിൽസ് ടീമിന് ഉണ്ടാക്കി. ഞങ്ങൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഞങ്ങൾ പക്കയാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് നോർത്ത് കേരള, സെൻട്രൽ കേരള, സൗത്തിൽ ഒരു 25-30%, പിന്നെ എക്സ്പോർട്ടിങ്ങും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങളുടെ ഓൺ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. HSJB വന്നപ്പോൾ നമുക്കത് കുറെ കൂടി ഹെൽപ്പായി. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, എങ്ങനെ ബിസിനസ് കൊണ്ടുപോകണം, എങ്ങനെ സെയിൽസ് ടീമിനെ കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ HSJBയിൽ നിന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ നമ്മളൊരു കൺസൾട്ടിംഗ് അപ്രോച്ചിലേക്ക് വന്നു. ആ ഒരു കൺസൾട്ടിംഗ് അപ്രോച്ചിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഏരിയാസിൽ നമുക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു, കുറച്ച് ഏരിയാസിൽ നമുക്ക് പെയിൻസ് ഉണ്ടായിരുന്നു. സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട്, ഒരു സെയിൽസ് ടീം പ്രോപ്പർലി ഫംഗ്ഷനിങ് അല്ലാത്തതുകൊണ്ട്, റവന്യൂ ജനറേഷനിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കുറെ ഏരിയ ഓഫ് കൺസേൺസ് നമുക്ക് ഉണ്ടായിരുന്നു. HSJB ബിസിനസ് സൊല്യൂഷൻസ് ഈ ഒരു കൺസൾട്ടിംഗ് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ചെയ്തതിന് ശേഷം ഇതിൽ എന്തൊക്കെ പെയിൻ പോയിന്റ്സ് ആണ് ആദ്യം അറിയേണ്ടത്? എന്തൊക്കെ പെയിൻ പോയിന്റ്സ് ആയിരുന്നു സർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? HSJB ബിസിനസ് സൊല്യൂഷൻസ് ഒരു കൺസൾട്ടിംഗ് അപ്രോച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഒരു
എൻഗേജ്മെന്റ് ഫലമായിട്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് ഈ പറഞ്ഞ പെയിൻ പോയിന്റ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അതായത് ഇവിടെ HSJB ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു സ്ട്രക്ചറിലായിരുന്നില്ല. അക്കൗണ്ട്സ് ഒരു ടീമുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ശരിക്കും ഉണ്ടായിരുന്നില്ല. HSJB വന്ന് ആദ്യം ഒരു സ്ട്രക്ചറാണ് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ. ഒരു ഹൈറാർക്കി വന്നു, ഒരു HR അങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ബേസ് ആക്കി തന്നു. ഡിപ്പാർട്ട്മെന്റ് ബേസ് ആക്കിയിട്ട് അവിടെ സെയിൽസിലുള്ള ടീമിനെ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് പെയിൻ പോയിന്റ്സ് ഞങ്ങൾക്ക് ഉണ്ടായി. സെയിൽസും ഇപ്പൊ റിക്രൂട്ട്മെന്റ് വളരെയധികം ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. റിക്രൂട്ട്മെന്റ് അതൊക്കെ ഈസി ആക്കി തന്നു. എന്താണ് റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അങ്ങനെയുള്ള എങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്യണം, എങ്ങനെ ഇന്റർവ്യൂസ് എടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ HSJBയുടെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലീഡ്സ്, അതേപോലെ നല്ല എംപ്ലോയീസിന്, നല്ല കാൻഡിഡേറ്റ്സിനെ നമ്മൾക്ക് അവർ തന്നെ പിക്ക് ചെയ്ത് അവർക്കുള്ള കൺസൾട്ടൻസി, അവർക്ക് ഓൺ കൺസൾട്ടൻസി, അതേപോലെ റിക്രൂട്ട്മെന്റ് ടീം ഒരുപാട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. HSJB റിക്രൂട്ട്മെന്റ് ടീം സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വരുന്ന ലീഡ്സ് അതിന്റെ ആര് എങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫോൾട്ട് ആയിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും. പക്ഷെ അത് HSJB അത് നമ്മളെ കറക്റ്റ് പാത്തിലൂടെ ഇയാളെ നമ്മളെ ഓർഗനൈസേഷൻ വേണോ വേണ്ടേ എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് പിക്ക് ചെയ്യും. കുറച്ചുകൂടെ എഫക്റ്റീവ്നെസ് ഉണ്ടാകാനായിട്ട്. മനസ്സിലായി. അപ്പം സാർ പറഞ്ഞ നമ്മുടെ ഒരു അസൈൻമെന്റ്, എനിക്കൊന്ന് പ്രദീപ് സാറാണ് നമുക്കിവിടെ കൺസൾട്ടിങ്ങിന്റെ സാറിനെ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടീം ഉണ്ടായിരുന്നു, ലിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീമാണ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്തു? ലൈക്ക് അത് നമുക്ക്, കാരണം പലർക്കും ഒരു കൺസൾട്ടിങ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ ഒരു കൺസൾട്ടിങ് ടീമിനെ പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആ ഒരു ഡൗട്ട്ഫുൾനെസ്സോട് കൂടിയിട്ടായിരിക്കാം ചിലപ്പോൾ കൺസൾട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ടാവും. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് വരാറുണ്ടായിരുന്നത്. പക്ഷെ നമ്മളൊരു കൺസൾട്ടിങ് അപ്രോച്ചിൽ എങ്ങനെ ഫീൽ ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, എത്രമാത്രം ഈസിയും എത്രമാത്രം കംഫർട്ടബിളും ആയിരുന്നു, അതിൻ്റെ അകത്ത് ആ ഒരു കംഫർട്ട് തരാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ടീമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ HSJB നമ്മൾ ക്വിക്ക് റെസ്പോൺസ് ആണ്. കാരണം നമ്മൾ എനി ടൈം കോൾ ചെയ്താലും ഇൻ കേസ് അവർ ഒരു ബിസി ആണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കോള് പിക്ക് ചെയ്ത് പറയുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നാളെ വിളിക്കും, അല്ലെങ്കിൽ എന്താണെന്നുള്ള അവരുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഒക്കെ പക്കയായിട്ട് നമ്മൾക്ക് ചെയ്തിരും. പിന്നെ HSJBയുടെ പ്രത്യേകത പ്രദീപ് ആയാലും എബിൻ സാർ ആയാലും നല്ല റെസ്പോൺസ് ഉണ്ട് എല്ലാ കാര്യത്തിലും. ലിയ, മനു, എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് നല്ല ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ഇരിക്കുന്ന പാഴ്സൽ മിക്സ് ഏകദേശം ഞങ്ങൾ സെല് ചെയ്തത് 3000 പാക്കറ്റ്സ് ആണ്. ഇന്ന് ഞങ്ങൾ ഒരു 50,000 പ്ലസ് പാക്കറ്റ്സോളം നമ്മൾ ഇന്ന് സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലുള്ള ഒരു ടീമിനെയും അതേപോലുള്ള ഒരു ഓർഗനൈസേഷനെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തു തന്നു. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകളാണ്. HSJB വന്നതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായി. അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ കൂടി അവർ ഞങ്ങളെ പഠിപ്പിച്ചു. മനസ്സിലായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ലോക്കൽ മാർക്കറ്റ് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതെ. മനസ്സിലായി. അപ്പോ പിന്നെ ഞാൻ യൂഷ്വലി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, കാരണം നമ്മളൊരു ഓണ്ടർപ്രീനിയർ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ സെയിം ഇൻഡസ്ട്രിയാണ്. കാരണം FMCG ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലല്ലോ. കാരണം ഒത്തിരിയധികം കോംപ്ലിക്കേഷൻസും ഒത്തിരിയധികം ക്വാളിറ്റി ആസ്പെക്ട്സും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതില് വേണ്ടുന്ന രീതിയിലേക്കുള്ള എഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള പല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പലരും ഹെസിറ്റന്റ് ആണ്. ചിലരെ ഈ പറഞ്ഞ രീതിയിൽ ഇതെങ്ങനെ ഈ ഒരു കോസ്റ്റ് എങ്ങനെ അഫോർഡ് ചെയ്യുമെന്നുള്ള ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസൾട്ടിങ് അപ്രോച്ചിലേക്ക് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഡൗട്ട്ഫുൾ മൈൻഡോട് കൂടിയിട്ടായിരിക്കും നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഒരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആസ് ആൻ എന്റർപ്രീനിയർ എന്താണ് ഹനീഫ് എന്ന് പറയുന്ന ഐഷാസ് ഫുഡ്സിന്റെ മാനേജിംഗ് പാർട്ണർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? അപ്പൊ അതില് HSJB ബിസിനസ് സൊല്യൂഷൻസിനെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള, കാരണം ഇത്രയും പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും. എന്നാൽ പോലും എന്തുകൊണ്ട് HSJB ബിസിനസ് സൊല്യൂഷനെ അവര് ഓൺബോർഡ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഹനീഫ് സാറിനുള്ളത്. ഇതില് നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ചില ബിസിനസ് ഓണേഴ്സ് അവര് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവര് തന്നെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അവരുടെ ചിലപ്പോൾ സ്റ്റാഫുകൾ ഉണ്ടാവും. A to Z കാര്യങ്ങൾ അവര് തന്നെ ബിസിനസ് സെൽഫ് എംപ്ലോയ്മെന്റ്. പക്ഷേ നമ്മളെ എംപ്ലോയീസിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്ന് അവർക്കറിയില്ല. കാരണം ഇവര് തന്നെ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ഇവര് തന്നെ ചെയ്തു പോകും. HSJB വന്നതിന് ശേഷം നമ്മൾക്ക് എങ്ങനെ ഇവരെ കൊണ്ട്
കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഇവരെ കൊണ്ട് ഇവരുടെ ജോബ് എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്, ഒരുപാട് ടൈം ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ ഫോൺ കോൾസ് കുറഞ്ഞു. അതൊക്കെ ഒരു ടീം ഡിപ്പാർട്ട്മെന്റ് ആയപ്പോൾ ഓരോ ടീമിനെ നമ്മളെ ഏൽപ്പിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഓണ്ടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾക്ക് പ്ലാനിങ് നമ്മളുടെ കയ്യിലുണ്ടാവും, പ്ലാൻ ഉണ്ടാവും, നമ്മൾക്ക് ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷെ ഈ ഗ്രൗണ്ട് ഉണ്ടായിട്ടും പ്ലാൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിനെ കറക്റ്റ് ആയിട്ട് റൺ ചെയ്യിക്കാനുള്ള നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ ഇതേപോലുള്ള കൺസൾട്ടൻസികൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയാം. HSJB പോലുള്ള നല്ല കൺസൾട്ടൻസി ഓൺബോർഡ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ ഇതില് HSJB സർ പ്രിഫർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പ്രിഫർ ചെയ്യാനായിട്ടുള്ള റീസൺ എന്തായിരിക്കും? HSJB ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെസ്പോൺസ് എന്ന് പറയുന്നത്, അവർക്ക് എന്ത് കാര്യമായാലും റെസ്പോൺസ് അത് ഉണ്ടാവും. ഏത് കാര്യത്തിനും നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ വിളിച്ച് അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് അവിടെ എടുക്കേണ്ട ആക്ഷൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പറഞ്ഞു തരും. ഒരു പ്രോബ്ലം വന്നു, ഒരു എംപ്ലോയീസ് ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റെക്ക് ആയിരിക്കും, എന്താണ് അവിടെ ചെയ്യേണ്ടത്. വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും HSJBക്ക് അത് ആൻസർ ഉണ്ട്. നമ്മൾക്ക് എന്ത് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലും HSJBക്ക് ആൻസർ ഉണ്ട്. അത് നമ്മൾക്ക് നമ്മളുടെ സ്വന്തം കൺസൾട്ടൻസി ആയത് നമുക്ക് അവരെപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ട് തന്നെ അവര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരും. അവിടെ നിന്ന് എങ്ങനെ നമ്മൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവര് നമ്മൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി അതിനെ കൊണ്ടുപോകും. അവരുടെ അടുത്ത് ഏകദേശം ഞങ്ങളിപ്പോ ഒരു വർഷത്തിന്റെ അടുത്തായി. എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനും ഒരുപാട് കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് സ്റ്റക്കായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എന്താണ് നമ്മൾക്ക് റിലവന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. എങ്ങനെ മൂവ് ഓൺ ചെയ്യണമെന്ന് അവർ കറക്റ്റ് ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. അവർ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഷെയർ ചെയ്ത് തരും. നമ്മളെ ബിസിനസ്സിലുള്ള ട്രിക്സോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ എന്റെ കൺസൾട്ടൻസി HSJB ആയതുകൊണ്ട് ഞാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും HSJB തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഐഷാസ് ഫുഡ്സ് ആക്ച്വലി ഒരു ബ്രാൻഡായിട്ടല്ലേ, ഒരു ബ്രാൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓൾമോസ്റ്റ് മലയാളികൾക്കൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ കേട്ട് തുടങ്ങി വരുന്നൊരു പേരാണ് ഐഷാസ് ഫുഡ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐഷാസ് ഫുഡ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് കൊടുങ്ങല്ലൂരാണ്, അല്ലേ? അത്രയും ട്രഡീഷണൽ ഉള്ള, അത്രയധികം നമ്മുടെ ഒരു കേരളത്തിന്റെ കുറെ കൾച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം നമുക്ക് ഇവിടെ പറയാനായിട്ട് കുറെ ഈ പറഞ്ഞ രീതിയിൽ ലാൻഡ്മാർക്സ് ഉണ്ട് തന്നെ. നാളുകളിൽ ഇപ്പോൾ ഐഷാസ് ഫുഡ്സ് വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ ഈ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു ലാൻഡ്മാർക്കിൽ ഐഷാസ് ഫുഡ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. HSJB ബിസിനസ് സൊല്യൂഷന്റെ സൈഡിൽ നിന്നും അതോടൊപ്പം തന്നെ പേഴ്സണൽ സൈഡിൽ നിന്നും ഞാൻ എല്ലാവിധ ആശംസകളും ഐഷാസ് ഫുഡ്സിന് പറയുന്നു. ഓക്കെ, താങ്ക് യു.